നീ എന്തൊക്കെയായി പറയുന്ന കാതറിൻ? ലക്കി ചോദിച്ചു. ലക്കി, ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ ചെല്ല്. നഥാൻ അവരെ നോക്കി. അക്കുവും ലക്കിയും പോയപ്പോൾ നഥാൻ വാതിലടച്ച് കാതറിന് നേരെ നിന്നു. അപ്പോ ഇനി നീ എന്റെ അടിമയും ഞാൻ നിന്റെ യജമാനനും അല്ലേ? കാതറിൻ മൂളി. ശരി, അപ്പോ ഈ കുഞ്ഞ് ഏത് ഗണത്തിൽപ്പെടും? അടിമയോ അതോ ഏതനോ? കുഞ്ഞിന് അച്ഛന്റെ രക്തം മാത്രമല്ലല്ലോ, അമ്മയുടെ രക്തം കൂടിയുണ്ടല്ലോ. പറയ കാതറിൻ, എന്തിനും ഉത്തരമുണ്ടല്ലോ നിനക്ക്. ഇതിനുത്തരെന്താ? നമ്മുടെ കുഞ്ഞ് ഏത് ഗണത്തിൽപ്പെടും? നിനക്കെന്നെ എങ്ങനെ വേണമെങ്കിലും കാണാം, പക്ഷേ എന്നെ സംബന്ധിച്ച് നീ എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഒരു താലി കെട്ടിയില്ലെങ്കിലും നീ എന്റെ ഭാര്യയാണ്. എനിക്ക് അങ്ങനെ ഒരു ബന്ധം മാത്രമേ നിന്നോടുള്ളൂ. മേലേക്ക്. നോ, എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. ഇനി നിനക്ക് ഞാൻ നിന്റെ മേലേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണമല്ലോ. എങ്കിൽ എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. ഇത്ര നാൾ എങ്ങനെയായിരുന്നോ നമ്മൾ, അങ്ങനെ തന്നെ ഇനിയും. ഒരു നിയമവും നഥാൻ അനുസരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് ഞാനാണ്, ആരോ എന്നോ എഴുതിയ നിയമങ്ങളല്ല. എനിക്ക് പോകേണ്ടി വരും. നിയമങ്ങൾ തെറ്റിച്ചതിനുള്ള ശിക്ഷയാണത്. ഈ ഏതൻ എന്ന കുടുംബത്തിന്റെ മേലേക്ക് ഞാനാണ്. അതുകൊണ്ട് തന്നെ എന്റെ വാക്കിനെ ധിക്കരിക്കാൻ ആരും ഇവിടെ ഇല്ല. നിന്നെ എന്റെ അടുത്ത് നിന്ന് ആരും കൊണ്ടുപോകില്ല. എന്റെ വാക്കിനെ ധിക്കരിച്ച് നിനക്ക് പോകാൻ കഴിയില്ല. ഇതെന്റെ ആജ്ഞയാണ്, നീ അനുസരിച്ചേ പറ്റൂ. നഥാൻ അവൾക്ക് നേരെ 2 കൈയും നീട്ടിപ്പിടിച്ചു. കാതറിൻ ചെന്ന് നഥാന്റെ നെഞ്ചിൽ തല ചായ്ച്ചു. എന്നെ വിട്ടു പോകുമോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. പറയെ പോകില്ലെന്ന്. അവൻ പറഞ്ഞു. പോകില്ല. താങ്ക്സ്. നഥാൻ അവളുടെ മുടിയിൽ ചുംബിച്ചു. എനിക്ക് നീ നമ്മുടെ കുഞ്ഞുമല്ലാതെ ആരുമില്ല, ആരും വേണ്ട. അവൾ നഥാനെ നോക്കി. ഞാൻ കേറ്റാണെന്ന് എലീന അറിഞ്ഞെങ്കിൽ, വിസ്ഡം ചാരിറ്റി അവർ അടിച്ച് തകർത്തെങ്കിൽ അവൻ ഉടനെ ഇവിടെ എത്തും. ജോഷ, അവൾക്ക് ഇപ്പോഴും പിടികിട്ടാത്ത കാര്യം ആരാണ് ഏതനെന്നാണ്. അത് നഥാനാണെന്നറിയുന്ന നിമിഷം അവർ വരും. ജോഷ, നമ്മൾ കാത്തിരുന്ന പോലെ അവൻ സാധാരണക്കാരനല്ല. നിനക്കവനെ അറിയുമോ? നഥാൻ ചോദിച്ചു. അറിയാം. അവൾ അവനിൽ നിന്നും വിട്ടുമാറി. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 4 ദിവസം മുൻപേ അയാൾ ഇന്ത്യയിൽ വന്നു. അയാളുടെ ഉദ്ദേശ്യം എന്നെ കണ്ടെത്തുകയായിരുന്നു. എന്റെ അമ്മ എന്നെ ഒളിപ്പിച്ചു നിർത്തി, അയാൾക്ക് എന്നെ കിട്ടാത്ത രീതിയിൽ. പക്ഷേ അയാൾ എന്റെ അമ്മയെ കൊന്നു. അവിടെ എല്ലാവർക്കും ഞാൻ കേറ്റാണ്. കേറ്റും കാതറിനും ഒന്നാണെന്ന് എലീന മനസ്സിലാക്കിയെങ്കിൽ ഏത് നേരത്തും അവൻ വരും. വരട്ടെ, അവൻ വരണം. എന്നും പേടിച്ച് ജീവിക്കാൻ നമുക്കാകില്ലല്ലോ. പക്ഷെ അവന്റെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞാണ്. വിശുദ്ധ ഏതന്റെ വിശുദ്ധ മകൻ, ദൈവപുത്രൻ. ജോഷയെ കൊല്ലണം നഥാൻ. അവനില്ലാതെയായാൽ അതോടെ സാത്താന്റെ മണ്ണ് നശിക്കും. കാതറിൻ നഥാനെ നോക്കി. പിന്നെ ആരെയും നമുക്ക് പേടിക്കണ്ട. അവനെ എനിക്ക് കൊല്ലണം. അവൻ വരട്ടെ. നഥാൻ കാതറിന്റെ കൈ പിടിച്ചു. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? ഈ മോതിരം വിരലിലിട്ടാൽ നീ സംസാരിക്കില്ലല്ലോ. ഇല്ല. ഇടാതിരുന്നൂടെ നിനക്ക്? നഥാൻ അവളെ നോക്കി ചിരിച്ചു. അതെ, സംസാരിക്കാൻ തോന്നുമ്പോൾ ഊരി വയ്ക്കാം. ഇതിടാതിരിക്കാൻ പറ്റത്തില്ല. ഡ്യൂട്ടീസ് ഡ്യൂട്ടി അല്ലേ? നഥാൻ ചിരിച്ചു. കാതറിനും. അപ്പോഴേ കുറെ നേരമായി ഇങ്ങനെ നിൽക്കുന്നു. കിടക്കണ്ടേ നമുക്ക്? വാ. നഥാൻ കാതറിനെ ബെഡിൽ കിടത്തി. അടുത്ത് നഥാൻ കിടന്നു. ഇപ്പം മനസ്സിലൊരു സമാധാനമുണ്ട്. നഥാൻ കാതറിനെ കെട്ടിപ്പിടിച്ചു. ഇതെന്താ ശരിക്ക് കെട്ടിപ്പിടിക്കാൻ കഴിയാത്തെ? നഥാൻ അവളെ നോക്കി. നടുവിലൊരാളുണ്ട്. കാതറിൻ വയറിന്മേൽ കൈവച്ചു ചിരിച്ചു. ഞാൻ തൊടട്ടെ? വേദനിക്കുമോ നിനക്ക്? അവൻ ചോദിച്ചു. അവൾ അവന്റെ കൈയെടുത്ത് വയറിന്മേൽ വെച്ചു. വരാൻ പോകുന്ന ഭീതിയുടെ ദിനങ്ങളറിയാതെ നഥാനും കാതറിനും കുഞ്ഞിനെക്കുറിച്ച് സ്വപ്നങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ അപ്പുറം ക്വാർട്ടേഴ്സിൽ എലീന കാതറിനെതിരെയുള്ള തന്ത്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ജോഷ. എലീന ഫോൺ എടുത്തു. എലീന, അവൾ ആരെന്ന് കണ്ടെത്തിയോ നീ? അവൾ ഇവിടെയുണ്ട് ജോഷ, എന്റെ കൺമുൻപിൽ. അന്ന് ഞാൻ പറഞ്ഞ ആ പെൺകുട്ടി തന്നെയാ ഇത്, കെയ്റ്റ് എന്ന കാതറിൻ. അപ്പോ ഏതൻ? ഇവിടെ 3 ആണുങ്ങളുണ്ട്. നഥാൻ, ലക്ഷ്മൺ, അബ്രഹാം. ഇതിൽ ആരാണ് ഏതൻ എന്ന് കണ്ടെത്തണമെങ്കിൽ ജോഷ ഇങ്ങോട്ട് വരണം. വിക്ടറും സാഗറും ഒന്നുമില്ല ഇപ്പോൾ. ഞാൻ തനിച്ച. ഇവിടെ ഉള്ളവർ അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രമേ വരൂ. നന്ദിയില്ലാത്ത വർഗങ്ങളാണ്. ഞാൻ വരാം എലീന, ഉടനെ വരാം. ഇനിയും സമയം വൈകിക്കൂടാ. ചുറ്റും ദുശകനുകളാണ് നടക്കുന്നത്. സാത്താന്റെ പ്രീതി കുറഞ്ഞു വരുന്ന ലക്ഷണങ്ങൾ ഇരുണ്ട ഭൂമിയിൽ കാണാനിടയായി. ഉടനെ ബലിയർപ്പിക്കണം. ഞാൻ വരുന്നു, എന്റെ കണ്ണിൽ നിന്നും ഒളിപ്പിച്ച കേറ്റിനെ കാണാൻ. അവളെ എനിക്ക് വേണം എലീന. ജോഷ ഫോണിലൂടെ ഉറക്കെ ചിരിച്ചു. എലീന ഫോൺ കട്ട് ചെയ്ത് ചിരിച്ചു. അപ്പോ ജോഷയ്ക്ക് കാതറിനെ വേണം. കൊണ്ടുപോകട്ടെ. ആൽവിനെ കൊന്നവളെ ജോഷ കൊണ്ടുപോട്ടെ. എലീന ഉറക്കെ ചിരിച്ചു.
പിറ്റേന്ന് കാലത്ത് നഥാൻ ഉമ്മറത്തിരുന്ന് പേപ്പർ വായിക്കുമ്പോഴാണ് അമ്മച്ചി വന്നത്. ഒപ്പം ജാനറ്റുമുണ്ടായിരുന്നു. ആ അമ്മച്ചിയോ? നഥാൻ പേപ്പർ മടക്കി വെച്ചു. കുഞ്ഞ് നേരത്തെ എഴുന്നേറ്റോ? അമ്മച്ചി ചായ എടുത്തു തരാം. മോളേതങ്ങോട്ട് കൊടുക്ക്. ഇന്നലെ മോളുടെ റിസൾട്ട് വന്നു, പാസ്സായി. ഇനി ഡിഗ്രിക്ക് ചേർക്കണം. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്. നഥാൻ ജാനറ്റ് നീട്ടിയ ബോക്സിൽ നിന്നും ഒരു ലഡു എടുത്തു. ഇവിടെ തന്നെ ചേരാവല്ലോ, ഞാൻ രജിസ്ട്രാറിനോട് പറയാം, നഥാൻ പറഞ്ഞു. ശരി കുഞ്ഞേ. അമ്മച്ചി അകത്തേക്ക് പോയി. ജാനറ്റ് നഥാനോട് എന്നോ ആംഗ്യ ഭാഷയിൽ ചോദിച്ചു. ക്യാദറിനോ? അവൾ മൂളി. അകത്തുണ്ട്, ചെല്ല്, കൊണ്ടുപോയി കൊടുക്ക്, നഥാൻ പറഞ്ഞപ്പോൾ ജാനറ്റ് അകത്തേക്ക് ഓടുന്നതിനിടയിൽ ഉമ്മറത്തേക്ക് വന്ന ലക്കിയെ കൂട്ടിയിടിച്ചു. എന്റെ പൊന്ന് ജാനറ്റെ, നീ ഇത് ജെറ്റ് പോലെ എങ്ങോട്ടാ? ലക്കി അവളെ പിടിച്ചു നിർത്തി. ഇതെന്താ ലഡുവായിട്ട്? അവൾ +2 പാസ്സായതിന്റെ ചെലവാ, നഥാൻ പറഞ്ഞു. ലഡു ഒക്കെ ഇപ്പോൾ ലഡുമണികളായനെ. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. എത്ര A+ ഉണ്ട്? ലക്കി ലഡു എടുത്തുകൊണ്ട് ചോദിച്ചു. അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഫുൾ A+ഓ? ലക്കി ചോദിച്ചു. അവൾ മൂളി. അപ്പോൾ ലഡു പോരാ, നഥാൻ പറഞ്ഞു. ക്യാദറിൻ അവിടേക്ക് വന്നു. ക്യാദറിൻ, നീ അറിഞ്ഞോ? +2 ഫുൾ A+ വാങ്ങിയ ഒരാൾ ലഡുവായി വന്നേക്കുന്നു. ലഡു പോരല്ലോ. ലഡു എന്ന് കേട്ടപ്പോൾ ക്യാദറിൻ ജാനറ്റിന്റെ കയ്യിൽ നിന്നും ബോക്സ് പിടിച്ചു വാങ്ങി ഒന്നെടുത്ത് കഴിച്ചു. അക്കു വന്ന് ക്യാദറിന്റെ കയ്യിലെ ബോക്സിൽ നിന്ന് ലഡു എടുത്തപ്പോൾ ക്യാദറിൻ അവന്റെ കയ്യിലേക്ക് തല്ലി. ഒന്നല്ലേ, ഇതിൽ എത്രണ്ണം ഉണ്ട്? ഗർഭിണിയായോണ്ട് വെറുതെ വിട്ടു. അക്കു ക്യാദറിനെ നോക്കി. അപ്പോ ലക്കി, നീ പറയേ, എന്താണ് ഇന്നത്തെ പരിപാടി? ജാനറ്റിന് ഫുൾ A+ കിട്ടിയതല്ലേ, നഥാൻ ചോദിച്ചു. അതിനിടയിൽ ക്യാദറിൻ 4ാമത്തെ ലഡു കഴിക്കുവാൻ തുടങ്ങി. അതേ മതി, ഇത് മൊത്തം കഴിച്ച് ഷുഗർ കൂട്ടാനാണോ നിനക്ക്? നഥാൻ അത് വാങ്ങി അക്കുവിന്റെ കയ്യിൽ കൊടുത്തു. ജോബിനെ അപ്പച്ചനെയും വിളിച്ച് നമുക്കിതങ്ങ് സെലിബ്രേറ്റ് ചെയ്താലോ, ലക്കി ചോദിച്ചു. എന്തു പറയുന്നു? എന്നാൽ അങ്ങനെ, നഥാൻ പറഞ്ഞു. നീ അവനെ വിളിച്ച് രാത്രിക്ക് വരാൻ പറയും. ക്യാദറിൻ അക്കുവിന്റെ കൈമേൽ തോണ്ടി. അവൻ എന്താ എന്ന അർത്ഥത്തിൽ അവളെ നോക്കി. അവൾ ലഡുവിലേക്ക് നോക്കി. വേണോ? അക്കു ചോദിച്ചു. തരില്ല. ഡാ നഥാ, നിന്റെ സേട്ടത്തേക്ക് ലഡു വേണോന്ന്. നഥാൻ ക്യാദറിനെ നോക്കി. അപ്പോഴേക്കും അമ്മച്ചി ചായയുമായി എത്തി. അമ്മച്ചി, മോൾക്ക് ഫുൾ A+ കിട്ടിയിട്ട് ലഡുവിൽ ഒതുക്കിയത് ശരിയായില്ല, നഥാൻ പറഞ്ഞു. അയ്യോ കുഞ്ഞെ, എന്താ ഇപ്പൊ ചെയ്യാ? അമ്മച്ചി ഒന്നും ചെയ്യണ്ട, അതൊക്കെ ഞങ്ങളേറ്റു, അക്കു പറഞ്ഞു. അമ്മച്ചി ഇന്ന് രാത്രിയിലേക്ക് ഒന്നും ഉണ്ടാക്കണ്ട, അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, അല്ലടാ, ലക്കി പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ട, അമ്മച്ചി പറഞ്ഞു. അത് അമ്മച്ചിയല്ല തീരുമാനിക്കേണ്ടത്. നല്ല കാര്യമല്ലേ കേട്ടത്, വിശേഷങ്ങൾ ആഘോഷിക്കാനുള്ളതാ, നഥാൻ പറഞ്ഞു. അമ്മച്ചി അടുക്കളയിലേക്ക് പോയി. നിനക്കെന്തെങ്കിലും അഭിപ്രായമുണ്ടോ പറയാൻ, നഥാൻ ക്യാദറിനോട് ചോദിച്ചു. അവൾ ചതുരിനെ വരച്ച് മുറിക്കുന്നത് കാണിച്ചു. കേക്കാണോ? അവൻ ചോദിച്ചു. ഇനി അതും വലിച്ചു കയറ്റാനാകും, ലക്കി ചോദിച്ചു. ഷുഗർ വരുവടി. ക്യാദറിൻ ദേഷ്യം വന്ന് റൂമിലേക്ക് തന്നെ പോയി. അപ്പോ മക്കളെന്താച്ചാ സെറ്റ് ചെയ്യേ, നഥാൻ അകത്തേക്ക് പോയി. ലഡു കൊണ്ട് അക്കുവും പോയി. ഹാളിൽ ജാനറ്റും ലക്കിയും മാത്രമായി. സത്യം പറയേ, നിനക്ക് ഫുൾ A+ ഉണ്ടോ, ലക്കി ചോദിച്ചു. അവൾ ഉണ്ടെന്ന് തലയാട്ടി. എനിക്ക് വിശ്വാസം പോരാ, അവൻ പറഞ്ഞു. അവൾ എന്തോ ആംഗ്യം കാണിച്ചു. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്നോ? എടി, ഒന്നുമില്ലേലും നിന്നെ രക്ഷിച്ചതല്ലേടി ഞാൻ. എന്നോട് നീ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ലഡു അതിന് തന്നതാ, രക്ഷിച്ചതിന്, അവൾ ആംഗ്യം കാണിച്ചു. അത് നിന്റെ മറ്റവന് ചെന്ന് കൊണ്ടുപോയി കൊടുക്ക്. എനിക്ക് മറ്റവനില്ല, ജാനറ്റ് മുഖം വെറുപ്പിച്ചു. ഞാൻ ഫ്രീയാ, ലക്കി ചിരിച്ചു. ജാനറ്റ് മുഷ്ടി ചുരുട്ടി ഇടിക്കുമെന്ന് കാണിച്ച് അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോയി. ലക്കി ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് നഥാനെയും ക്യാദറിനെയുമായിരുന്നു. അവർ അവനെ നോക്കി ചിരിച്ചു. എന്താ ലക്കി, ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിരുന്നുവല്ലോ, നഥാൻ ചോദിച്ചു. അത് പിന്നെ അവൾ എന്തൊക്കെയോ സംശയമുണ്ട് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഞാൻ ഫ്രീ ആണെന്നേ. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരാത്ത അവൾക്ക് എന്ത് സംശയം, നഥാൻ ചിരി അടക്കി പിടിച്ചു ചോദിച്ചു. അത് ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന സംശയം, അതാ. ലക്കി കിടന്ന് പരിങ്ങി. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? അക്കു നഥാന് പിന്നിൽ വന്നു നിന്നു. അതില്ല, അവള് ബയോളജി സയൻസ്, നമ്മൾ കമ്പ്യൂട്ടർ സയൻസ്,
അപ്പോ വിഷയം വ്യത്യാസമുണ്ടല്ലോ. ദൈവമേ പെട്ടല്ലോ, ലക്കി മനസ്സിൽ പറഞ്ഞു. അതേടാ അക്കു, നീ കേട്ടില്ലേ? വിഷയങ്ങൾ വ്യത്യാസമുണ്ട്. പണ്ട് നമ്മൾ ട്യൂഷന് പോയിരുന്ന കഥ ഓർമ്മയുണ്ടോ നിനക്ക്? ഞാനത് പറഞ്ഞ പലരുടെയും സോഷ്യൽ സയൻസ് ഇവിടെ താഴെ പോകും. അക്കു ചിരിച്ചു. ഓഹോ, അങ്ങനെയാണേൽ നഥ ഞാനും പറയും. കാതറിൻ, ഇവനെ. ലക്കി നഥാന് നേരെ കൈ നീട്ടിയപ്പോൾ അവൻ ലക്കിയുടെ കൈ പിടിച്ച് വാപൊത്തി. നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. നഥാൻ ലക്കിയെ പുറത്തേക്ക് കൊണ്ടുപോയി. നഥാനും ലക്കിയും ഗാർഡനിൽ നിൽക്കുമ്പോഴാണ് പോലീസ് ജീപ്പ് വന്ന് നിന്നത്. എന്താടാ പോലീസൊക്കെ? ലക്കി നഥാനെ നോക്കി. അറിയില്ല. നഥാൻ ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു. ലക്കിയും. അകത്ത് നിന്ന് അക്കു അവിടേക്ക് വന്നു. എന്താ സാർ? നഥാൻ ചോദിച്ചു. ആരാ നഥാൻ ഡാനിയൽ? എസ് ഐ ചോദിച്ചു. ഞാനാണ്, നഥാൻ പറഞ്ഞു. അയാൾ ജീപ്പിൽ നിന്ന് ഒരു കവർ എടുത്തു. ഇവിടെ വെച്ച് മരിച്ച ആൽവിന്റെ ബോഡിയിൽ നിന്നും കിട്ടിയതായി മാല. അയാൾ കവർ നഥാന് നൽകി. ഇതേ മാല ഇവിടെ സൂയിസൈഡ് ചെയ്ത സാഗറിന്റെ ബോഡിയിൽ നിന്നും ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് അടിവാരത്തിലെ കൊക്കയിൽ വീണ് മരിച്ച മാർക്കോസ് എന്ന ആളുടെ ബോഡിയിൽ നിന്നും ഇതേപോലെയുള്ള മാല കിട്ടി. ഇന്നലെയാണ് ഞങ്ങളിതൊക്കെ ഒത്തുനോക്കിയത്. സംതിങ് റോങ്. ഈ മാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ലക്കി പറഞ്ഞു. ആൽവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നായ്ക്കളുടെ കടിയേറ്റാണ് ആൽവിൻ മരിച്ചത്. പക്ഷേ ഈ മാലയ്ക്ക് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. അതെന്തുവാകട്ടെ, ഈ 3 മരണങ്ങൾക്കും പിന്നിൽ എന്തോ ഉണ്ട്. ഒരൊറ്റ കാരണം. അയാൾ എല്ലാവരെയും നോക്കി. നിങ്ങൾ ഈ മാല കണ്ടിട്ടില്ലെന്നുറപ്പല്ലേ? അതെ, നഥാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ കണ്ടെത്തിക്കോളാം. നായ്ക്കൾ കാണാത്ത ഈ പ്രദേശത്ത് നായ്ക്കൾ എങ്ങനെ വന്നെന്ന് എനിക്ക് കണ്ടെത്തണം. ആരായാലും ഞാൻ കണ്ടെത്തും. അന്നേരമാണ് കാതറിൻ അവിടേക്ക് വന്നത്. ഇതാരാ? അയാൾ കാതറിനെ നോക്കി ചോദിച്ചു. എന്റെ വൈഫാണ്, നഥാൻ പറഞ്ഞു. അയാൾ കാതറിന് നേരെ ആ കവർ ഉയർത്തി. ഈ മാല കണ്ടിട്ടുണ്ടോ? നഥാനും ലക്കിയും അക്കുവും ഭയത്തോടെ അവളെ നോക്കി. അവൾ ഇല്ലെന്ന് തലയാട്ടി. വാ തുറന്ന് പറയേ, അയാൾ ശബ്ദമുയർത്തി. സർ, അവൾ സംസാരിക്കില്ല, നഥാൻ പറഞ്ഞു. ഞാൻ പോവാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. അയാൾ ജീപ്പിൽ കയറിപ്പോയി. അയാൾ എന്തോലത്തുവെന്നാ? ലക്കിക്ക് ദേഷ്യം വന്നു. ലക്കി, അയാളുടെ സംശയങ്ങൾ ചെറുതല്ല. പിന്നെ അന്നത്തെ ജാനറ്റിന്റെ കാര്യത്തിൽ നമ്മൾ അയാളോട് ചൂടായത് ഓർമ്മയുണ്ടോ? ജോബിനെ ഇറക്കാൻ ചെന്നതും ഒക്കെ അയാളുടെ മനസ്സിലുണ്ട്. ഒരു കുഞ്ഞ് തെളിവ് നമുക്കെതിരെ കിട്ടിയാൽ അയാൾ കളിക്കും. അതുകൊണ്ട് എന്തും ആലോചിച്ച് ചെയ്താൽ മതി. നഥാൻ കാതറിനെ നോക്കി. അന്നേരമാണ് എലീന അവിടേക്ക് വന്നത്. എന്താ പോലീസ് വന്നത്? അവൾ ചോദിച്ചു. ആൽവിന്റെ ബോഡിയിൽ നിന്നൊരു മാല കിട്ടി. അത് മുന്നേ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ, നഥാൻ പറഞ്ഞു. എലീന കണ്ടിട്ടുണ്ടോ റൗണ്ട് ഷേപ്പിൽ എന്തൊക്കെയോ എഴുതിയ ഒരു മാല? ഇല്ല, അവൾ പറഞ്ഞു. ഞങ്ങളും കണ്ടിട്ടില്ല. കണ്ടാൽ അറിയിക്കാമെന്ന് പറഞ്ഞു. നഥാൻ അവളെ നോക്കി. അയാൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. നഥാൻ സാർ, ഞാൻ വന്നതൊരു കാര്യം പറയാനാണ്. എന്താ? അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങണം. അതിൻ്റെ കാര്യങ്ങൾ ഞാനത് രജിസ്ട്രാറിനോട് സംസാരിച്ചോളാം. എന്നാൽ ഞാൻ പോവുക. പോകാനായി തിരിഞ്ഞതും എലീന തല കറങ്ങി വീഴുവാൻ പോയി. എലീന, ലക്കി അവളെ താങ്ങിപ്പിടിച്ചു. മുഖത്തേക്ക് വെള്ളം വീണപ്പോൾ എലീന കണ്ണു തുറന്നു. സോറി, പെട്ടെന്ന് തല കറങ്ങി, അതാ. എലീന എഴുന്നേൽക്കാൻ ശ്രമിച്ചു. താൻ റെസ്റ്റ് എടുത്തോളൂ, നഥാൻ പറഞ്ഞു. വേണ്ട സാർ, ഞാൻ പോവാ. എലീന മെല്ലെ എഴുന്നേറ്റ് അവിടെ നിന്ന് നടന്നു. പാവം കുട്ടി. ഒന്നുമില്ലെങ്കിലും ആ കുഞ്ഞിനെ കാണുന്നതിന് മുൻപേ ആൽവിനെ ദൈവം വിളിച്ചു, മാമി സങ്കടത്തോടെ പറഞ്ഞു. കാതറിൻ റൂമിലേക്ക് പോയി. നഥ, എലീനയുടേതൊരു ഇമോഷണൽ ഡ്രാമയാണ്. നമ്മുടെ ആൽവിന്റെ മരണത്തിന് യഥാർത്ഥ ഉത്തരവാദി അവളാ. എലീന. അവൾക്ക് കാതറിൻ ആരാണെന്ന് വ്യക്തമായി അറിയാം. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ലക്കി. ഞാൻ കാതറിന്റെ അടുത്തുനിന്ന് ചെല്ലട്ടെ. നഥാൻ റൂമിലേക്ക് പോയി. റൂമിലെത്തിയ നഥാൻ വാതിലടച്ച് കാതറിനടുത്ത് ചെന്നിരുന്നു. അവൻ അവളുടെ വിരലിലെ മോതിരം ഊരുവാൻ ശ്രമിച്ചു. അത് ഊരി വന്നില്ല. കാതറിൻ അവന്റെ കൈമാറ്റി മോതിരം ഊരി മേശമേൽ വെച്ചു. മാമി പറഞ്ഞത് കേട്ട് സങ്കടമായോ നിനക്ക്? അത് കേട്ടല്ല എനിക്ക് സങ്കടമായത്. ഓരോ ജന്മങ്ങൾക്കും പിന്നിൽ ഓരോ കർമ്മമുണ്ട്. എൻ്റേത് ഏതന്നെ സാത്താൻ്റെ സന്തതികളിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ്. ഞാൻ എൻ്റെ കടമയാണ് ചെയ്തത്. അതിലെനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. ആൽവിനെ ആ വഴിയിൽ കൊണ്ടുപോയ എലീനയോട് എനിക്ക് സഹതാപവുമില്ല. പക്ഷേ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്.
സാധാരണ ഒരു പെണ്ണായി ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാ നഥാൻ, വലിയ തെറ്റ്. പക്ഷേ എനിക്കത് ചെയ്യാതിരിക്കാനാകില്ല. ആ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ള കാലത്തോളം അവളെയും ഒന്നും ചെയ്യാൻ എനിക്കാകില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നിന്റെ കടമ നീ ചെയ്തു, ബാക്കിയെല്ലാം അവരായി വരുത്തി വെച്ചതാ. നിന്റെ ഒരു തെറ്റുമില്ല അതിൽ. സങ്കടങ്ങളെല്ലാം മറക്കാം. ഇന്ന് നമുക്ക് ജാനറ്റ് പാസ്സായതിന്റെ സന്തോഷം ആഘോഷിക്കാം, പോരെ? കേക്ക് വേണം. നീ നല്ലോണം മധുരം കഴിക്കുന്നുവെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കേക്ക് കട്ട്, നഥാൻ പറഞ്ഞു. എനിക്കല്ല, നിനക്കല്ലേ കേക്ക് വേണ്ടത്. വേണേൽ നിന്റെ അബ്ബയോട് പറഞ്ഞോ, കാതറിൻ വയറ്റിലേക്ക് നോക്കി പറഞ്ഞു. അബ്ബ, നഥാൻ ചിരിച്ചു. അപ്പോ നിനക്കും അറിയാമല്ലേ ഹീബ്രു? അതൊക്കെ പോട്ടെ, സാധാരണ പുളിയുള്ളതൊക്കെ തിന്നാൻ തോന്നുമോ? അതൊക്കെ തോന്നിയ സമയത്ത് പഠിക്കാൻ പോയിട്ടല്ലേ. പാവം ലക്കി, എനിക്ക് വേണ്ടി മാവിൽ വരെ കയറി. കാതറിൻ ചിരിച്ചു. ലക്കിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാ ഞാൻ പോയി ലക്കിയെ നോക്കട്ടെ. നഥാൻ പുറത്തേക്ക് പോയി. പോൾ, ജോഷ ഉറക്കെ വിളിച്ചു. ജോഷ, അയാൾ ഓടി വന്നു. ഉടനെ എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം. അതിനുള്ള കാര്യങ്ങൾ ഉടനെ നീ റെഡിയാക്കണം. ശരി ജോഷ. അയാൾ പുറത്തേക്ക് പോയി. വീണ്ടും ആ മണ്ണിലേക്ക്. ഇത്തവണ എനിക്കവളെ കാണണം. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവളെ, കെയ്റ്റിനെ, ഏതനെ ബലി കൊടുത്ത ശേഷം അവളെ എനിക്ക് കൊണ്ടുവരണം. അയാൾ ചിരിച്ചു. ജാനറ്റ് പാസ്സായതിന്റെ സെലിബ്രേഷൻ നടത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ലക്കിയും അക്കുവും. കേക്ക് കൊണ്ട് ജോബിനെത്തി. ജോബിന്റെ അപ്പച്ചനും മനുവും പുറത്ത് ചിക്കൻ പൊരിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു. നഥാനും അവരുടെ കൂടെ കൂടി. കേക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. ജോബിന്റെ കയ്യിലുള്ള കേക്ക് കണ്ടപ്പോൾ നഥാൻ പറഞ്ഞു. കാതറിൻ മാഡം എനിക്ക് മെസ്സേജ് അയച്ചല്ലോ കേക്ക് വേണമെന്ന്. ഫ്ലേവർ കൂടി പറഞ്ഞു തന്നു. നഥാൻ കാതറിനെ നോക്കിയപ്പോൾ അവൾ ചിരിച്ചു. എന്നാലത് ഫ്രിഡ്ജിലേക്ക് വെച്ചോ, നൈറ്റല്ലേ പരിപാടി, ലക്കി പറഞ്ഞു. ജോബിൻ അതുമായി അടുക്കളയിലേക്ക് പോയി. രാത്രി എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. മേശമേൽ വലിയ കേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. കേക്ക് മുറിക്കേ, കാതറിൻ ആംഗ്യം കാണിച്ചു. ജാനറ്റ് കേക്ക് മുറിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഓരോരുത്തരും ജാനറ്റിന് ഓരോ സമ്മാനങ്ങൾ നൽകി. കാതറിൻ കേക്ക് എടുത്ത് കഴിച്ചു. അത്ര മതി. അടുത്തതെടുക്കാൻ പോയപ്പോൾ നഥാൻ കാതറിന്റെ കൈ പിടിച്ചു. അവൾ ഒന്നുകൂടി എന്ന ആംഗ്യം കാണിച്ചു. അന്നേരമാണ് പുറത്ത് ഒരു കാർ വന്ന് നിന്നത്. എല്ലാവരും അവിടേക്ക് നോക്കി. ഡോർ തുറന്നിറങ്ങിയ ആളെ കണ്ടപ്പോൾ നഥാന്റെ മുഖം മാറി. കേറാ, കാതറിൻ മനസ്സിൽ പറഞ്ഞു. കാതറിന്റെ കൈപിടിച്ച് നിൽക്കുന്ന നഥാനെ നോക്കിക്കൊണ്ട് കേറ കയറി വന്നു. കേറ, നഥാൻ അവളെ നോക്കി. നീ എങ്ങനെ ഇവിടെ? ഇസ്രായേലിൽ നിന്ന് ഏതൻ ഗാർഡൻ വരാൻ എനിക്ക് ആരുടെങ്കിലും അനുവാദം വേണോ? അവൾ എല്ലാവരെയും നോക്കി. ഇതാരാ മോനെ? മാമി ചോദിച്ചു. ഇത് മാമി, എന്റെ ഒപ്പം ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാ, അക്കു പെട്ടെന്ന് പറഞ്ഞു. നഥാൻ അക്കുവിനെ നോക്കിയപ്പോൾ അവൻ കണ്ണുകൾ അടച്ചു. ഇതാണല്ലേ കേറ? ലക്കി മെല്ലെ അക്കുവിനോട് ചോദിച്ചു. ഇവൾ മിക്കവാറും നമുക്ക് ഭാര്യയാകും. അക്കു ലക്കിയെ നോക്കി. എന്തോ ഫംഗ്ഷനാണെന്ന് തോന്നുന്നു, കേറ ചോദിച്ചു. ആ കേറ, ഇത് ജാനറ്റ്. ജാനറ്റ് +2 പാസ്സായതിന്റെ ചെറിയൊരു ഫംഗ്ഷൻ, അക്കു പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നത് നല്ല സമയത്താണ്. അവൾ നഥാനെ നോക്കി. ആ അതെ അതെ അതെ, അല്ലെങ്കിലും വരാനുള്ളത് വഴിയിൽ തങ്ങിയില്ലല്ലോ, ലക്കി അവളെ നോക്കി പറഞ്ഞു. കേറ, വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു കാണും, ഞാൻ റൂം കാണിച്ചു തരാം. അക്കു അവളുടെ ബാഗ് എടുത്ത് പിടിച്ചു. കേറ അവന്റെ പിന്നാലെ ചെന്നു. വല്ലാത്ത ഒരു കുട്ടി, ഒന്ന് ചിരിക്കുന്നത് പോലുമില്ല, മാമി പറഞ്ഞു. അതെന്തെങ്കിലും ആകട്ടെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, നഥാൻ പറഞ്ഞു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? റൂമിലെത്തിയപ്പോൾ അക്കു ചോദിച്ചു. അബ്രഹാം, ഇത് ഏത്തൻ ഗാർഡനാണ്. ഞാൻ ഏത്തൻ ഫാമിലിയിലെ മെമ്പറും. സോ എനിക്കിവിടെ വരാൻ ആരുടെയും അനുവാദം വേണ്ട. ഓക്കെ, ബട്ട് നിന്റെ മേലേക്ക് എൻ്റെ സുഹൃത്താണ്. അവന് പോലും നീ ഇങ്ങോട്ട് വന്നത് ഇഷ്ടമായിട്ടില്ല. അതെന്തു ആയിക്കോട്ടെ അബ്രഹാം. ഏത്തൻ ഫാമിലി നഥാൻ ഡാനിയൽ ഏത്തനെ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെയാണെങ്കിലും അവിടെ ഞാനും ഉണ്ടാകും. അബ്രഹാം എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. എൻ്റെ വരവിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയും. മേശമേൽ അമ്മച്ചിയും മാമിയും കൂടി എല്ലാം ഒരുക്കി വെച്ചു. ലക്കി, ഞാൻ ചെന്ന് അക്കുവിനെ കേറയും വിളിച്ചിട്ട് വരാം. നഥാൻ അക്കുവിൻ്റെ റൂമിലേക്ക് പോയി. അവൻ റൂമിൽ സോഫയിലിരിക്കുകയായിരുന്നു. കേറയോ? നഥാൻ ചോദിച്ചു. ബാത്റൂമിൽ. അവളെന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? അവൾ വന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് നമ്മൾ പെട്ടെന്ന് അറിയുമെന്ന്. നിനക്ക് മനസ്സിലായില്ലേ അവളുടെ വരവിൻ്റെ ഉദ്ദേശം എന്തെന്ന്?
നഥാൻ അക്കുവിനെ നോക്കി. അവൻ ഇല്ലെന്ന് തലയാട്ടി. ഞാൻ, നഥാൻ ഏതൻ ഡാനിയൽ എന്ന ഞാൻ, എന്നെയാണ് അവൾക്ക് വേണ്ടത്. തുടക്കം മുതൽ അവൾ എന്നും പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒന്നുണ്ട്. ഏതൻ ഒരു ജൂത പെൺകുട്ടിയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന്. കാതറിൻ ജൂതയാണ്. പക്ഷേ ഏതൻ കുടുംബത്തിന് കാലങ്ങളായി അടിമ കിടക്കുന്നവരുടെ ശ്രേണിയിൽപ്പെട്ടതാ കാതറിൻ. ഒരിക്കലും ഏതൻ ജീവിതത്തിലേക്ക് കൂട്ടാൻ പാടില്ലാത്ത ആള്. എന്നെ കാതറിനിൽ നിന്ന് പറിച്ചുകൊണ്ടു പോകാനുള്ള വരവാ കേറയുടെ. പക്ഷെ വിശുദ്ധനായി ജനിച്ച ഏതനെ നിയമം തെറ്റിച്ച ശീലമുള്ളൂ. എനിക്കും. നഥാന്റെ മുഖത്ത് ചിരിവിടർന്നു. കേറ കുളി കഴിഞ്ഞിറങ്ങി. എന്റെ വരവ് ഒരു ഷോക്കായോ മേലേക്ക്? ഷോക്കിന് കേറക്കല്ലേ. വന്നതെന്തുദ്ദേശിച്ചാണെങ്കിലും നീ ഞാനും തമ്മിലുള്ള വലിയ ഒരു അന്തരം ഞാൻ നിന്റെ രാജാവും നീ എന്റെ പ്രജയുമാണെന്നതാണ്. അതുതന്നെ മതി കേറയ്ക്ക് വന്ന പോലെ ഇസ്രായേലിലേക്ക് മടങ്ങാൻ. നഥാൻ അതും പറഞ്ഞ് അവിടുന്ന് പോയി. വാ വല്ലതും കഴിക്കാം. അക്കു അവളെ നോക്കി. അക്കുവും കേറയും ആഹാരം കഴിക്കാനിരുന്നു. കേറ മുന്നിലിരിക്കുന്ന കാതറിനെ നോക്കിയപ്പോൾ കാതറിൻ എഴുന്നേറ്റ് നിന്നു. എന്താ കാതറിൻ? നഥാൻ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. എന്നാൽ ഇരിക്കേ, നഥാൻ പറഞ്ഞു. കാതറിൻ കേറയെ നോക്കി. അവൾ പാടില്ലെന്ന് തലയാട്ടി. എന്താ കാതറിൻ? എന്താ മോളെ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? മാമി ചോദിച്ചു. കാതറിൻ കിടക്കണമെന്ന് ആംഗ്യം കാണിച്ചു. നിങ്ങൾ കഴിച്ചോ? നഥാൻ എഴുന്നേറ്റു. അവൾ നഥാന്റെ കൈ പിടിച്ചു. കഴിച്ചോളൂ, ഞാൻ പോയിക്കോളാം. കാതറിൻ ആംഗ്യം കാണിച്ചു. ഇരുന്നോളൂ. കാതറിൻ അവിടുന്ന് റൂമിലേക്ക് പോയി. ഇന്നധികം റെസ്റ്റ് എടുത്തിട്ടില്ല കുഞ്ഞ്. നടക്കുകയല്ലായിരുന്നോ കാലത്ത് മുതൽ? അമ്മച്ചി പറഞ്ഞു. ഞാൻ ഭക്ഷണം റൂമിൽ കൊണ്ടുചെന്ന് കൊടുത്തോളാം. അമ്മച്ചി ഇരിക്കെ, ഞാൻ കൊണ്ടുചെന്ന് കൊടുത്തോളാം. നഥാൻ റൂമിലേക്ക് പോയി. നഥാൻ പോകുന്നത് കെയ്റ ദേഷ്യത്തോടെ നോക്കി. നഥാൻ റൂമിൽ ചെന്ന് വാതിലടച്ചു. നീ ആ മോതിരം ഊരിക്കേ, അവൻ പറഞ്ഞപ്പോൾ കാതറിൻ മോതിരമൂരി. എന്തുപറ്റി നിനക്ക്? ആകെ വേർത്തിരുന്നോ? വയ്യേ? എനിക്കൊന്നും പറ്റിയില്ല. പിന്നെന്താ നീ എഴുന്നേറ്റ് വന്നത്? നഥാൻ, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. പക്ഷേ കേറയ്ക്ക് ഞാൻ അവളുടെ കുടുംബത്തിൻ്റെ അടിമയാണ്. അവളുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല ഞാൻ. അവൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കേണ്ടി വരും. ഓ, അപ്പോ അതാണ് കാര്യം. കാതറിൻ കേറ്റ് മൈക്കിൾ, നിന്റെ മേലേക്കായ നഥാൻ ഡാനിയൽ ഏതൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. കാതറിൻ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി. ഈ ലോകത്തിൽ നിനക്കൊരേ ഒരു രാജാവും ദൈവവും മാത്രമുള്ളൂ. അത് ഏതൻ കുടുംബത്തിലെ വിശുദ്ധനേതനായി ജനിച്ച നഥാൻ ഡാനിയൽ ഏതൻ എന്ന ഞാൻ മാത്രമാണ്. നീ അനുസരിക്കേണ്ടത് എന്നെ മാത്രമാണ്. എന്റെ വാക്കുകളെ മാത്രമേ നീ ഉൾക്കൊള്ളേണ്ടതുള്ളൂ. അതുകൊണ്ട് വരൂ, എനിക്കൊപ്പം ആഹാരം കഴിക്കാനിരിക്കൂ. ഇതെന്റെ ആജ്ഞയാണ്. അവൾ തല താഴ്ത്തി ആജ്ഞ സ്വീകരിച്ചു. വായോ. നഥാൻ അവളെ കൂട്ടി ഹോളിലേക്ക് ചെന്നു. ഇരിക്കെ, നഥാൻ അവളോട് ഇരിക്കാൻ പറഞ്ഞു. കാതറിൻ നഥാൻ അടുത്ത് വന്നിരുന്നു. അവൻ അവളുടെ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവളുടെ അടുത്തിരുന്നു. കാതറിൻ കേറയെ നോക്കിയില്ല എങ്കിലും നഥാൻ കേറയെ നോക്കി ഒരു പരിഹാസം കലർന്ന ചിരി അവൾക്ക് സമ്മാനിച്ചു. പിറ്റേന്ന് കാതറിൻ ഗാർഡനിൽ ചെടി നനയ്ക്കുന്ന നേരം കേറ അവളുടെ അടുത്ത് വന്നു. കേറയെ കണ്ടപ്പോൾ കാതറിൻ തല താഴ്ത്തി അഭിവാദ്യം ചെയ്തു. കേറ്റ്, നിന്നോട് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നിനക്കറിയുന്നതാണ് അല്ലേ? എന്നിട്ടും സർവ്വതും നീ ലംഘിച്ചു. ശിക്ഷ എത്രത്തോളം കഠിനമാകുമെന്ന് നിന്നോട് ഞാൻ പറയണോ? കാലാകാലങ്ങളായി പിന്തുടരുന്ന ആചാരങ്ങൾ, നിയമങ്ങൾ, പാരമ്പര്യം എല്ലാം നീ ഒരുത്തി തെറ്റിച്ചു. ഏതന്റെ കാൽ കീഴിൽ ഒരു പട്ടിയെപ്പോലെ കിടക്കേണ്ട നീ. കേറ പറഞ്ഞു തീരുന്നതിനു മുൻപ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് കേറയുടെ മുഖമടിച്ചൊന്ന് കൊടുത്തു നഥാൻ. കാതറിൻ അവനെ നോക്കി. നീ എന്താ പറഞ്ഞത്? ഏതന്റെ കാൽ കീഴിലെ പട്ടിയെന്നോ? ഇവളുടെ മുൻതലമുറയിൽപ്പെട്ടവർ കാവൽ കിടന്നതുകൊണ്ട് മാത്രം ജീവൻ പോകാത്തവരാണ് ഏതനിലുള്ളത്. എന്നെ സാത്താന്റെ സന്തതികളിൽ നിന്ന് രക്ഷിച്ച് അവരുടെ കണ്ണിലും കയ്യിലും പെടാതെ കാവൽ നിന്നത് ഇവളുടെ പപ്പയാ. ഇപ്പൊ എനിക്ക് കാവൽ നിൽക്കുന്നത് ഇവളാ. ഈ ഇവളെ നീ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയാൻ പോലും ഞാൻ മടിക്കില്ല. കാതറിൻ എനിക്ക് എന്റെ അടിമയല്ല, എന്റെ ഭാര്യയാ, എന്റെ കുഞ്ഞിന്റെ അമ്മയാ. അതുകൊണ്ട് നിന്നേക്കാൾ ഉയർന്നു നിൽക്കുന്നതാ കാതറിന്റെ സ്ഥാനം. എന്നെ ബഹുമാനിക്കുന്നത് പോലെ കാതറിനെ ബഹുമാനിക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം. നഥാൻ കേറയെ നോക്കി കാതറിന്റെ കൈപിടിച്ച് അവിടുന്ന് പോയി. ഇല്ല കാതറിൻ, ഏതൻ എത്രത്തോളം എന്നെ എതിർത്താലും ഏതന് നിയമം പാലിച്ചേ പറ്റൂ. കേറയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. നീ ഇനി അവളെ അനുസരിച്ച് ഒരു അടിമയായി നിൽക്കാനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും. നഥാൻ കാതറിനെ ചീത്ത പറഞ്ഞു. എന്തിനാണ് അവളെ ചീത്ത പറയുന്നത്? ലക്കി അവിടേക്ക് വന്നു.
നഥാൻ കാര്യങ്ങളെല്ലാം ലക്കിയോട് പറഞ്ഞു. ആഹാ, അപ്പൊ ചീത്തയല്ല പറയേണ്ടത്, 2 പൊട്ടിക്ക് അവൾക്കിട്ട്. ലക്കി ദേഷ്യത്തോടെ കാദറിനെ നോക്കി. ഹലോ, അത് ഞാൻ തീരുമാനിച്ചോളാം. നഥാൻ ചിരിച്ചു. ഓ, അപ്പൊ ഞാൻ പുറത്ത്. ലക്കിയുടെ മുഖം കണ്ടപ്പോൾ കാദറിൻ ചിരിച്ചു. ചിരിക്ക് 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 നീ. കഴിഞ്ഞ മാസങ്ങളിൽ നിന്റെ ഈ സേട്ടൻ അങ്ങ് ഇസ്രായേലിൽ കിടക്കുമ്പോഴേ നിനക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വാങ്ങിക്കൊണ്ട് തന്ന എന്നെ നോക്കി തന്നെ ചിരിക്ക്. അല്ലേലും എന്നെ പോലെ സിംഗിൾ പസങ്കയ്ക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. ഷെടാ, അപ്പൊ നീ ഷിംഗിളാണോ? നഥാൻ ഉറക്കെ ചിരിച്ചു. കാദറിനും. നീ ചിരിച്ചോ? ലക്കി നഥാനെ നോക്കി. പക്ഷെ നീ? അവൻ കാദറിനെ നോക്കി. നിനക്ക് ഞാൻ പണി തരാം മോളെ. കാദറിൻ, കേക്ക് ബാക്കി ഫ്രിഡ്ജിലുണ്ട്, നിനക്ക് വേണോ? കാദറിൻ മൂളി. തരില്ലടി, തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. അക്കു. ലക്കി അക്കുവിനെ വിളിച്ച് പുറത്തേക്ക് പോയി. നമുക്കാ കേക്ക് തീർക്കണ്ടേ? കാദറിൻ ലക്കിയുടെ പിന്നാലെ പോകാൻ നിന്നതും നഥാൻ തടഞ്ഞു. എവിടേക്കാ? കേക്ക് തിന്നാനാണോ? നിന്നെ ഞാൻ... അത് ഇന്നലത്തെ കേക്കല്ലേ? കൊല്ലും ഞാൻ. ഇവിടെ ഇരുന്നോ മര്യാദയ്ക്ക്. നഥാൻ അവളെ നോക്കി പുറത്തേക്ക് പോയി. ലക്കി, എനിക്കും ഒരു പീസ് കേക്ക് എടുത്തു വെച്ചോ. നഥാൻ കാദറിനെ വാതിൽക്കൽ നിന്നൊന്ന് നോക്കി. കാദറിൻ മുഖം വീർപ്പിച്ച് ബെഡിലിരുന്നു. ലക്കിയുടെ കയ്യിൽ നിന്ന് ഒരു കേക്ക് വാങ്ങി കഴിക്കുന്ന നേരമാണ് നഥാന്റെ ഫോൺ റിങ് ചെയ്തത്. നഥാൻ ഫോൺ എടുത്ത് നോക്കി. കേറ ബംഗ്ലാവിന് പുറത്ത് നടക്കുമ്പോഴാണ് എലീനയെ കണ്ടത്. ഇതേതാ പുതിയ അവതാരം? എലീന കേറയെ നോക്കി നിന്നു. ഹലോ. കേറ എലീനയെ വിഷ് ചെയ്തു. ഹലോ, ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ആരാ? ഞാൻ കേറ, ഇന്നലെ വന്നതാ. ഓക്കേ, നഥാൻ സാറിൻ്റെ ആരെങ്കിലും ആണോ? ഞാൻ... കേറ ഒന്ന് ആലോചിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാ. അക്കുവിൻ്റെ. കേറ പറഞ്ഞു. ഓ, എബ്രഹാം ഇസ്രായേലിലല്ലേ? അവിടെയാണോ കുട്ടിയും? യെസ്. ഇയാളുടെ പേരെന്താ? കേറ ചോദിച്ചു. എലീന. ഞാനിവിടുത്തെ കോളേജ് പ്രിൻസിപ്പളാണ്. അപ്പോൾ കേറ എന്താ എബ്രഹാമിൻ്റെ ഒപ്പം വരാതെ തനിച്ചു വന്നത്? യുനോ, അക്കു നഥാന്റെ ഒപ്പമാണ് ഇസ്രായേലിൽ വന്ന് നിന്നത്. കേറ എലീനയെ നോക്കി. അപ്പോഴും ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു വരണമെന്നത്. നഥാന്റെ ഒപ്പം ഇസ്രായേലിൽ നിന്ന്? അപ്പോൾ നഥാൻ ഇസ്രായേലിലാണോ പോയത്? റോമിലല്ലേ? എലീന ആലോചിച്ചു. എന്താ ആലോചിക്കുന്നത്? കേറ ചോദിച്ചു. ഏയ് നത്തിങ്, വരൂ ഒരു കോഫി കുടിച്ചു പോകാം, എലീന പറഞ്ഞു. ഓക്കെ. കേറ എലീനയുടെ ഒപ്പം ചെന്നു. നഥാൻ ഫോണിലൂടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടുകൊണ്ടാണ് അക്കുവും ലക്കിയും അവിടേക്ക് വന്നത്. ഇവനിതേത് ഭാഷയാ പറയുന്നത്? ആരോടോ ചൂടാവുകയാണല്ലോ. ഹീബ്രു ആണ് അവൻ പറയുന്നത്. ബട്ട് പറയുന്നത് എന്താണെന്ന് എനിക്കും അറിയില്ല. നീ പറഞ്ഞ പോലെ ദേഷ്യത്തിലാണവൻ, അക്കു നഥാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നഥാൻ ദേഷ്യത്തോടെ കട്ട് ചെയ്ത് ഫോൺ നിലത്തേക്കെറിഞ്ഞു. നഥ. അക്കുവും ലക്കിയും അവന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. അക്കു നിലത്ത് കിടന്നിരുന്ന അവന്റെ ഫോൺ എടുത്ത് അതിന്മേൽ പറ്റിയ മണ്ണ് തട്ടിക്കളഞ്ഞു. എന്താടാ? എന്താ? ആരാ വിളിച്ചേ? എന്താ കാര്യം? ലക്കി ചോദിച്ചു. ഇസ്രായേലിൽ നിന്ന്, നഥാൻ പറഞ്ഞു. ഏഥനിൽ നിന്ന്, ഞാനിതുവരെ കാണാത്ത ബന്ധുക്കൾ. എന്താ കാര്യം? അക്കു ചോദിച്ചു. എന്റെ വിവാഹം ഉടനെ നടത്തണമെന്ന് പെണ്ണിനെയും അവർ കണ്ടെത്തി. കേറ. അപ്പോ അതാണ് അവൾ വന്നതിന് പിന്നിലുള്ള ഉദ്ദേശ്യം നമ്മൾ അറിയുമെന്ന് അവൾ പറഞ്ഞത് അല്ലേ? അക്കു ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അക്കു, അവരെന്നെ നിർബന്ധിക്കും. ഇമ്മാനുവൽ ഏതനെ നിർബന്ധിച്ച പോലെ എന്നോട് അങ്ങോട്ട് വേഗം തന്നെ ചെല്ലാൻ പറഞ്ഞേക്കുവാ കേറയോടൊപ്പം. ഞാൻ ഇനി ആ മണ്ണിൽ കാല് കുത്തില്ല. എന്ത് ഭൂകമ്പം ഉണ്ടായാലും ആ മണ്ണിലേക്ക് ഞാൻ ഇനി പോകില്ല. അവിടെ പോയാൽ ഇനി എനിക്ക് തിരിച്ചുവരെ ഉണ്ടാകില്ല. എത്രയും പെട്ടെന്ന് കേറ ഇവിടുന്ന് പറഞ്ഞയക്കണം. അത് ഞങ്ങളേറ്റു. ലക്കി അക്കുവിനെ നോക്കി. അക്കു അവനെ നോക്കി ചിരിച്ചു. അപ്പോ കഴിഞ്ഞ 5 മാസവും നഥാൻ ഇസ്രായേലിലായിരുന്നല്ലേ? എലീന കേറയോട് ചോദിച്ചു. യെസ്. എലീന അറിഞ്ഞില്ലേ അപ്പോ അതൊന്നും? ഇല്ല, ഞാൻ അവരുടെ കാര്യത്തിൽ തലയിടാൻ പോകാറില്ല. നഥാൻ സാർ അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ടൈപ്പ് അല്ലല്ലോ. പിന്നെ കാദറിൻ അറിയാമല്ലോ, ഊമയാണ്. അല്ല, നഥാൻ സാർ എന്തിനാ ഇസ്രായേൽ വന്നത്? അതെനിക്കറിയില്ല. എപ്പോഴും എബ്രഹാമിൻ്റെ ഒപ്പം കാണാം. എന്തോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ അലീന, എന്നാൽ ഞാൻ പോട്ടെ, നേരം ഒരുപാടായി. ഓക്കെ കേറ, ഇടയ്ക്ക് വരണം. ഓക്കെ. കേറ എലീനയ്ക്ക് കൈ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നഥാൻ ഇസ്രായേലിലായിരുന്നു, അബ്രഹാമിനൊപ്പം. ഒന്നെങ്കിൽ നഥാൻ അല്ലെങ്കിൽ അബ്രഹാം, ഇവരിലൊരാളാകുമേത്. പക്ഷേ
കേറ്റ് കാവൽക്കാരിയാകുമ്പോൾ എന്തായാലും ഏതൻ ഒറ്റയ്ക്ക് ഇസ്രായേൽ പോകില്ല. അപ്പോൾ ഇനി ലക്കിയാണോ ഏതൻ? ആ തല വേദനിക്കുന്നു. ജോഷ വരട്ടെ. എലീന ചിരിച്ചു. കേറ. ലക്കി അവളുടെ അടുത്തേക്ക് ചെന്നു. ബുക്ക് വായിക്കുകയാണോ? ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന കേറയോട് അവൻ ചോദിച്ചു. അല്ല, തലകുത്തി നിൽക്കുക, അവൾ പറഞ്ഞു. ഓ, വലിയ തമാശക്കാരി. ലക്കി ചിരിച്ച് നേരെ നോക്കിയത് അവിടെ വന്ന് കയറിയ ജാനറ്റിന്റെ മുഖത്തേക്കായിരുന്നു. അടിപൊളി. ലക്കി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു. ജാനറ്റ് അവിടുന്ന് അടുക്കളയിലേക്ക് പോകുന്ന വഴി അക്കു വരുന്നുണ്ടായിരുന്നു. ഹായ് ജാനറ്റ്, അവൻ പറഞ്ഞെങ്കിലും ജാനറ്റ് അത് കേൾക്കാതെ പോയി. ഇതിന്റെ ഡയഫ്രം അടിച്ചു പോയോ? അക്കു ഹാളിലേക്ക് ചെല്ലുമ്പോൾ ലക്കി എന്തൊക്കെയോ കേറയോട് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അക്കു കേറയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് അതൊന്നും ഇഷ്ടമാകുന്നില്ല എന്ന് അവന് മനസ്സിലായി. ആശാൻ പണി തുടങ്ങി. അക്കു ലക്കിയെ നോക്കി ചിരിച്ചു. കേറയുടെ മുടി ഇങ്ങനെ തന്നെയാണോ അതോ സ്ട്രെയിറ്റ് ചെയ്തതാണോ? ലക്കി ചോദിച്ചു. ഇങ്ങനെ തന്നെയാ. അപ്പോ നാച്ചുറൽ ബ്യൂട്ടി ആണ് കേറ അല്ലേ? ലക്കി ചിരിച്ചു. ഓ ഗോഡ്, ഒരൊറ്റ തള്ളല. അക്കു അവിടെ നിന്ന് പോയി. ഓ പ്ലീസ് ലക്കി, എന്നെ ഇങ്ങനെ കൊല്ലല്ലേ. അയ്യോ, ഞാൻ സത്യം പറഞ്ഞതാ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ലക്കി അതും പറഞ്ഞ് നേരെ നോക്കിയത് ജാനറ്റിന്റെ മുഖത്തേക്കായിരുന്നു. അവൾ കേറയ്ക്ക് ചായ കൊടുത്ത് അവിടുന്ന് പോയി. കേറ ആസ്വദിച്ച് ചായ കുടിക്കുകയായിരുന്നു. ലക്കി അവളെ നോക്കി. അയ്യോ! ലക്കി പെട്ടെന്ന് നിലവിളിച്ചതും കേറയ്ക്ക് ചായ തരിപ്പിൽ കയറിയതും ഒരുമിച്ചായിരുന്നു. കേറയ്ക്ക് എക്കിട്ട് തുടങ്ങി. അയ്യോ, തലയിൽ കയറിയോ? ലക്കി ചോദിച്ചു. എന്താടാ? അക്കു അവിടേക്ക് ഓടി വന്നു. അത് കേറയുടെ നെറുകയിൽ ചായ കയറിയതാ, ലക്കി പറഞ്ഞു. കേറ കപ്പ് അവിടെ വെച്ചിട്ട് റൂമിലേക്ക് പോയി. നീ അവളെ കൊല്ലോ ലക്കി? അക്കു ചിരിച്ചു. അവള് ചില്ലറ കക്ഷി അല്ല മോനെ. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ ഡ്രാമ നമുക്ക് പൊളിക്കണം, ഓക്കെ? ലക്കി അക്കുവിനെ നോക്കി. ഓക്കെ, പക്ഷേ ഒരു പെൺകുട്ടി കൂടി വേണം, ലക്കി പറഞ്ഞു. ജാനറ്റ്, അവൾ മതി. അക്കു കണ്ണിറുക്കി. ജോബിനെ കൂടി കൂട്ടാം, ഒരു എഫക്റ്റ് വേണമല്ലോ. ഡൺ, ലക്കി ചിരിച്ചു. ഗാർഡനിലിരുന്ന് ലക്കിയും അക്കുവും ജാനറ്റിനോടും ജോബിനോടും തങ്ങളുടെ പ്ലാൻ വിശദീകരിച്ച് പറയുകയായിരുന്നു. അതെന്തിനാ അവരെ ഇവിടെ നിന്ന് ഓടിപ്പിക്കുന്നത്? ജോബിൻ ചോദിച്ചു. അതോ, അവളെൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നൊന്നുമല്ല, നഥാന്റെ പിന്നാലെ നടക്കുന്നവളാണ്. ക്യാദറിനറിയാതെ അവളിവിടുന്ന് ഓടിപ്പിക്കണം. ഓഹോ, എങ്കിലോക്കെ, ജോബിൻ പറഞ്ഞു. അപ്പോ ഇന്ന് കേറെ കൂട്ടി ഞാൻ നടക്കാൻ ഇറങ്ങുന്നു, അക്കു പറഞ്ഞു. കുറച്ച് കഥകളെല്ലാം പറഞ്ഞ് അവളെ ഞാൻ പേടിപ്പിക്കുന്നു. ബാക്കിയെല്ലാം നാളെ നൈറ്റ്, ഓക്കെ? ഓക്കെ, ജോബിനും ലക്കിയും പറഞ്ഞു. എന്താടാ എല്ലാം കൂടി ഇവിടെ ഇരിക്കുന്നത്? നഥാനും ക്യാദറിനും അവിടേക്ക് വന്നു. ഏയ്, ചുമ്മാ സംസാരിച്ചിരിക്കുമായിരുന്നു. നിങ്ങളെങ്ങോട്ടാ? ലക്കി ചോദിച്ചു. ഒന്നും നടക്കാൻ. നിങ്ങളുണ്ടോ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. അക്കു അവരെ നോക്കി. ഓക്കെ, പോകാൻ ക്യാദറിൻ. നഥാൻ അവളുടെ കൈ പിടിച്ചു. അവർ അവിടുന്ന് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് അക്കു കേറയുടെ അടുത്തേക്ക് പോയി. കേറ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കേറ, അവൾ തിരിഞ്ഞു നോക്കി. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? എങ്കിൽ താൻ പുറത്തേക്കുണ്ടോ ഒരു ഈവനിങ് വാക്കിന്? ലക്കിയുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല, അക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ വരാം. കേറ എഴുന്നേറ്റു. ലക്കി തന്നെ വെറുപ്പിച്ചുവെന്ന് തോന്നുന്നു. ഓഹ്, ഓർമ്മിപ്പിക്കല്ലേ അബ്രഹാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അബ്രഹാം? ചോദിക്ക്. ഞാൻ ഇങ്ങോട്ട് വന്ന കാറിന്റെ ഡ്രൈവർ പറഞ്ഞു കുറച്ചിടെ മുൻപ് ഇവിടെ ആരും മരിച്ചുവെന്ന്, നായകൾ കൊന്നതാണെന്ന്. അവൾ ആൽവിന്റെ കാര്യമാണ് പറയുന്നതെന്ന് അക്കുവിന് മനസ്സിലായി. യെസ്, പക്ഷേ ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഇവിടെ നായ്ക്കളില്ലെന്ന്. ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് എങ്ങനെ ആ മരണം നടന്നുവെന്ന്. ഇവിടുത്തെ കാലാവസ്ഥ തന്നെ കണ്ടില്ലേ, പെട്ടെന്ന് മഞ്ഞ് വീഴും, ഇരുട്ട് പരക്കും, കാറ്റ് വീശും. ഒരു ഹൊറർ മൂവി പോലെ. ഞാൻ വന്നപ്പോൾ കേട്ടതാ ഇതൊക്കെ. ജോബിന്റെ അമ്മച്ചി മാമിയോട് പറഞ്ഞത് കേട്ടതാ. എന്താ പറഞ്ഞത്? ഓ, ഇവിടെ ഉണ്ടായിരുന്ന എസ്തേറിന്റെ പ്രേതം ഇവിടൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന്. അവളുടെ ആൾക്കാരാണ് നായ്ക്കളെന്ന്. ബംഗ്ലാവിലല്ലേ എസ്തേറിനെ ഇമ്മാനുവൽ കൊന്നത്. അവൾക്ക് എന്തായാലും ഏതൻ ഫാമിലിയിലുള്ളവരോട് വെറുപ്പ് കാണും. നഥാൻ പിന്നെ ഏതനായതുകൊണ്ട് അവൾ തൊടില്ല. അങ്ങനെയല്ലല്ലോ ബാക്കിയുള്ളവർ. നടക്കുന്നതിനിടയിൽ അക്കു പറഞ്ഞു. ഇവിടെ അടുത്തൊരു ശ്മശാനമുണ്ട്. അവിടെ വെച്ച് എസ്തേറിനെ കണ്ടവരുണ്ടത്രേ. എന്തിന്? ഇടയ്ക്ക് രാത്രി നീ റൂമിൽ കിടക്കുമ്പോൾ ഒന്ന് ചെവി കോർത്തു നോക്ക്.
ഇമ്മാനുവേലേത്തനും എസ്തേറും സംസാരിക്കുന്നത് കേൾക്കാം. നീ കേട്ടിട്ടുണ്ടോ? കേറ ചോദിച്ചു. ഇല്ല, ബട്ട് നഥാനും ലക്കിയും കേട്ടിട്ടുണ്ട്. എസ്തേർ ഇവിടെ എവിടേക്കോ ഉണ്ട്. അക്കു ചുറ്റും നോക്കി. പൊടുന്നനെ കാറ്റാഞ്ഞു വീശി. കർത്താവേ, ഇതെന്താ ഇങ്ങനൊരു കാറ്റ്? അക്കു മനസ്സിൽ പറഞ്ഞു. പണിയായോ? അബ്രഹാം, എനിക്ക് പേടിയാകുന്നു. ഇതെന്താ ഇങ്ങനൊരു കാറ്റ്? അവൾ അക്കുവിന്റെ കൈ പിടിച്ചു. എനിക്കറിയില്ല. അക്കുവിനും ഭയം തുടങ്ങി. കാതറിൻ, സൂക്ഷിച്ച്, നഥാൻ പറഞ്ഞു. അക്കു! അക്കുവിനെ കണ്ട് നഥാൻ വിളിച്ചു. വായോ! അക്കു കേറയുടെ കൈ പിടിച്ച് നഥാന്റെ അടുത്തേക്ക് ഓടി. ഇതെന്താ ഇങ്ങനൊരു കാറ്റ്? നഥാൻ ചോദിച്ചു. അവൻ നോക്കുമ്പോൾ മരങ്ങൾ കാറ്റിൽ ആഞ്ഞുലയുന്നുണ്ടായിരുന്നു. വാ പോകാം. നഥാൻ കാതറിന്റെ കൈപിടിച്ച് നടന്നു. അക്കു കേറയുടെയും. അവർ നടന്നതും അവർ നിന്നിടത്ത് കൂറ്റനൊരു മരം വീണു. എല്ലാവരും തിരിഞ്ഞു നോക്കി. ജീസസ്! എബ്രഹാം കുരിശു വരച്ചു. വാ പോകാം, നഥാൻ പറഞ്ഞു. കാറ്റപ്പോഴും ആരുടെയോ വരവറിയിച്ച് ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. വീണുകിടക്കുന്ന മരത്തിനപ്പുറം കറുത്ത വസ്ത്രമണിഞ്ഞ ഒരു പെണ്ണ് അവരെ നോക്കി ചിരിച്ചു. എസ്തേർ.